നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും. പിന്നെ എന്താ നമുക്കൊന്നുകൂടെ വേണ്ടേ? എല്ലാവരുടെയും കാര്യമല്ല, ഇവിടെ ആർത്തിയുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന ആണ്. ആർക്കാണ് അത്രത്തോളം പരമാത്മാവിൽ ചേരാൻ യോഗം ചേർച്ച, അതിന് വേണ്ടുന്ന ഒരു ആണ് യോഗവും സിദ്ധിയും. അത് ഏത് മക്കൾക്കാണെന്ന് വെച്ചാൽ അവരിതെടുക്കണം, അവർക്കത് മനസ്സിലാക്കാനാണ്. അത് ആർക്കാണെന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ കൂടെ അല്ല, ഈ ടി വി എന്തതിൻ്റെ പേര് മൊബൈലിൽ കൂടെ അല്ലയോ ഇത് കാണുന്നതും കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തമക്കൾ, ധ്യാനിക്കുന്ന മക്കളുണ്ട്. അവർ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടെന്നും ഓരോ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നെ വിളിച്ച് പറഞ്ഞ അവർക്ക് ഇത് കൈക്കൊള്ളാൻ സമയമായോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ എൻ്റെ മനസ്സിൽ ആവശ്യമുള്ളവർ എടുത്തോട്ടെ എന്നുള്ളൊരു ഭഗവാനോട് തന്നെ ഞാനത് പറഞ്ഞു. ഇത് ഇത് വേണ്ടെന്ന് എനിക്ക് അറിയില്ല നാഥ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. ലോകമാതാവായ ആ അമ്മയെ നമ്മൾ എപ്പോഴും നമസ്കരിച്ച് എന്താ ഇനി നമുക്ക് പറയുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താ വായിച്ചത്? യോഗവും സിദ്ധിയിലും അമ്മ എല്ലാം ലോകമാതാവായിരിക്കുന്ന ആ അമ്മയിൽ നമ്മളെല്ലാം സമർപ്പിച്ച് അമ്മയെ അത്രത്തോളം പ്രേമത്തഴപ്പോട് അമ്മയോട് സ്നേഹിച്ചും വാത്സല്യത്തോടുകൂടി അത്ര അമ്മ നമ്മളെ കടാക്ഷിച്ച് നമുക്ക് വേണ്ടുന്ന നല്ല മാർഗങ്ങൾ കാട്ടിത്തരണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. അതായത് ദിവ്യ പാണി കൊണ്ട് താങ്ങിടുന്നു നിന്നെ അമ്മയുടെ ദിവ്യമാകുന്ന കരങ്ങൾ കൊണ്ട് ഒരു ഭക്തനെ, ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ താങ്ങുന്നുണ്ട്. അത്രമാത്രം അമ്മ സൂക്ഷിക്കും സ്വന്തം മക്കളെ. അത് ഹവ്യവാഹ സന്നിഭം വിളങ്ങിടുന്ന തൽക്കരെ ആ അമ്മയുടെ കയ്യിൽ നമ്മൾ തിളങ്ങുന്നുണ്ട്. അമ്മയുടെ സ്വന്തം മക്കളാണ് നമ്മൾ. നമ്മളങ്ങനെ ആയിത്തീരണം, എന്നാലേ അമ്മയ്ക്കത് തൃപ്തികരമുള്ളൂ. നമ്മൾ സ്വന്തം മക്കളാണോ നമ്മളും കൂടെ ചിന്തിക്കണം. അങ്ങനെ അമ്മേന്നുള്ള സ്നേഹവും ആ ഭക്തിയും എല്ലാം വരുമ്പോഴേ നമ്മളും ഒരു ദൈവ പൈതലാകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിശ്വകാര്യം ഏദൃശം വിശേഷം ആശയേ മുത ക്ലേശപാശനാശിനിയും ദയാബുദ്ധിയും ഭജിക്ക നീ. ദയാകുന്ന അമ്മയെ നമ്മൾ എങ്ങനെ ഭജിക്കുമ്പോൾ എന്ത് വരും? ക്ലേശപാശനാശിനി, നമ്മുടെ എല്ലാ ക്ലേശ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറ്റിയിട്ട് യഥാർത്ഥമായ ജ്ഞാനത്തിന് വേണ്ടുന്ന വഴി അമ്മ തെളിയിച്ചു തരും. നമുക്ക് എന്താണ് ആവശ്യങ്ങൾ, എന്താ നമുക്ക് ആത്മീയമായ എന്താ യോഗം, ഈശ്വരനോട് ചേരാനുള്ള ആ ചേർച്ച, ആ പരമാത്മാവിൽ ലയിക്കാനുള്ള ആനന്ദ നിർവൃതി, അതിന് വേണ്ടുന്ന മാർഗങ്ങൾ അമ്മ കാട്ടിത്തരണം. അത് നമ്മൾ പാത്രമാകണം. നമ്മൾ ഓരോരുത്തരും അതിന് വേണ്ടുന്ന തയ്യാറെടുക്കണം. അത് അങ്ങനെ ആവശ്യമുള്ളവർക്ക് വേണ്ടിയാണ് ഇത് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ ഇന്നോ നാളെയോ ഒന്നും എപ്പോഴൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് തന്നിട്ട് പോകാമല്ലോ എന്ന് കരുതി. എന്തെങ്കിലും ആണോ ഇതൊരു രത്നമല്ലേ. അപ്പോൾ അത് എന്താ ഇനി അടുത്ത ഖണ്ഡിക? നന്ദിക്കതാം കാണുക സർവകാലം. എപ്പോഴും അമ്മയെ നന്ദി പറയണം സർവകാലം. എപ്പോഴും ആ ദേവി മഹാമായയെ നമ്മുടെ മാതാവല്ലേ, നമ്മളെ എല്ലാ അനുഗ്രഹങ്ങളും തരികയും നമ്മുടെ ജീവിതം ശക്തി നിലനിർത്തുക. നമുക്ക് എന്താ ജീവൻ, നമുക്ക് ശക്തിയില്ലെങ്കിൽ ഒരു പദം പോലും മുന്നോട്ട് നടക്കാനോ നോക്കാനോ കാണാനോ എന്തെങ്കിലും ശക്തി ഉണ്ടാവുമോ? അമ്മയല്ലേ ഇതിനെല്ലാം കാരണക്കാരി. അപ്പോൾ നന്ദിക്കതാം കാണുക സർവകാലം അമ്മയെ നമ്മൾ ദർശിക്കണം. സർവത്തിലും അമ്മയാണ്, എല്ലാത്തിലും നമ്മളൊരു എന്ത് കണ്ടാലും അതെല്ലാം ദർശിക്കുക. അമ്മയാണെന്നുള്ള ദർശനം വേണം. ആരെ കണ്ടാലും എന്ത് കണ്ടാലും, ജീവജാലങ്ങളായാലും സസ്യങ്ങളായാലും എന്തിനെ കണ്ടാലും ഒരു പുഷ്പമായാലും എല്ലാത്തിലും ആ അമ്മയാണ്. ആ ശക്തി സ്വരൂപിണി ഇല്ലെങ്കിൽ ആ ഒരു പുഷ്പം അങ്ങനെ നിൽക്കുമോ? അതിന് ശക്തി ഇല്ലെങ്കിൽ അത് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അമ്മ ആരാ? ശക്തി സ്വരൂപിണിയല്ലേ. നമ്മളെല്ലാം നന്നായി നിലനിർത്തുന്ന അമ്മയെ നമ്മൾ നന്ദിക്കതാം കാണുക, സർവത്തിലും അമ്മയെ ദർശിക്കുക. എന്നിട്ടോ ദേവീ കടാക്ഷ അമൃതപൂർണ്ണ വർഷം, ആ എന്തിൽ നമ്മൾ നോക്കുമ്പോഴും ആ അമൃതമാകുന്ന പൂർണ്ണ വർഷം നമ്മളിലേക്ക് അമ്മ ചൊരിയിക്കും. എന്ത് കണ്ടാലും നമ്മൾ അമ്മയെന്നുള്ള ദർശനം ദർശിക്കുമ്പോൾ അമ്മയാണ് എന്നുള്ള ദർശിക്കുമ്പോൾ അമ്മയുടെ പൂർണ്ണ അമൃതവർഷം അത് നമ്മളിലേക്ക് വരും. അത് പതുക്കെ അത് വന്നിരിക്കും. അതുകൊണ്ട് ദേവീ കടാക്ഷ അമൃതപൂർണ്ണ വർഷം ഏൽക്കുന്നു. അപ്പോൾ അത് നമ്മളിലേക്ക് വരുന്നുണ്ട്. കാരണം കാണായതെല്ലാം അമ്മയാണല്ലോ. ഈ ലോകം സത്യത്തിൽ അതാണല്ലോ സത്യം. എല്ലാവർക്കും ഇന്ന് ഇവിടെ ഈ
ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ആര് ശരീരം എടുത്തിട്ടുണ്ടോ, അത് കൃഷ്ണനായാലും രാമനായാലും ആരായാലും അവിടെ അതിലാരാ വസിക്കുന്നേ? അമ്മ. അമ്മ ഇല്ലെങ്കിൽ വല്ലതും നടക്കുമോ? ആ ശക്തി സ്വരൂപം ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഇവിടെ നിലനിൽക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പിന്നെ ശവമല്ലേ? അതുകൊണ്ട് ആ അമ്മയെ നമ്മൾ എല്ലാത്തിലും ദർശിക്കണം. സർവ്വതിലും എന്ത് കണ്ടാലും അതിലെല്ലാം അമ്മ തന്നെയാണ്. അമ്മയുടെ ശക്തി ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അമ്മയെ അപ്പോഴെന്ത് വരും? നമുക്ക് ദേവിയുടെ കടാക്ഷ അമൃതപൂർണ്ണ വർഷം നമ്മളിലേക്ക് വരും, ചൊരിയും. എന്നിട്ടോ നിൻ തുണയായി മാർഗം കാട്ടുന്നു. അപ്പോഴെന്ത് വരും? അമ്മ നമുക്ക് തുണയായി നിന്നുകൊണ്ട് അമ്മയുടെ വഴി നമുക്ക് വേണ്ടുന്ന വഴി കാട്ടിത്തരും. നമ്മളെന്താ ചെയ്യേണ്ടത്? കൈ കൂപ്പുക. നീ അശക്തൻ. നമ്മൾക്ക് ഒരു കാരണവശാലും നമ്മൾ അശക്തനാണ്. നമുക്ക് യാതൊരു കഴിവുമില്ല. അമ്മയുടെ ശക്തി ഇല്ലെങ്കിൽ ഒരു പദം മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കൈകൂപ്പുക. അമ്മേ എന്നുള്ള ആ ഒരു വിളി മാത്രം തൊഴുതുകൊണ്ടിരിക്കുക. കാരണം അമ്മ തന്നെ നമുക്ക് വഴികാട്ടി തരും. വേണ്ടുന്ന വഴി എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് തരും. നമ്മൾ ഒന്നേ ചെയ്യേണ്ട, അമ്മയുടെ പാദത്തിലിരുന്ന് ഒന്നിനും എനിക്ക് ശക്തിയില്ല അമ്മേ, അമ്മ തന്നെ സർവ്വതും എനിക്ക് നടത്തി തരൂ. എൻ്റെ മാർഗം, എനിക്ക് എവിടേക്ക് പോകണം, എങ്ങനെ നടക്കണം എന്നുള്ള മാർഗം, ആ വഴി അത് തെളിയിച്ച് തരാൻ അമ്മ നോക്കി. നമ്മൾ കൈകൂപ്പി നമ്മുടെ മുമ്പിൽ ഞാൻ അശക്തൻ, ഒരു കഴിവില്ലാത്ത നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ ഹൃദയം നിറഞ്ഞുള്ള സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അമ്മയുടെ ഇരുന്നാൽ മാത്രം മതി. അമ്മ നമ്മളെ വഴിതെളിച്ച് കൊണ്ടുപോയിക്കൊള്ളും. ഇതൊക്കെ യോഗവും സിദ്ധിയിലും ഉള്ളതാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാതെ, ഈ അമ്മയെ അത്രമാത്രം സ്നേഹിക്കാതെ, ആ പ്രേമമാകുന്ന ഭക്തി അമ്മയിൽ വരുത്താതെ, കാണായതെല്ലാം അമ്മയാണെന്ന് ദർശിക്കാതെ നമുക്ക് നടക്കത്തില്ല. എല്ലാം അമ്മയുടെ പാദത്തിൽ നമ്മൾ സമർപ്പിച്ച് നമുക്ക് യാതൊരു കഴിവില്ല എന്നുള്ള സർവ്വതും നമ്മളിൽ യാതൊരു കഴിവില്ല എന്നുള്ള ചിത്തം നമ്മൾ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ പാദത്തിൽ എല്ലാം ഇരുന്ന് കൈകൂപ്പി സ്തുതിച്ചുകൊണ്ടിരുന്നാൽ അമ്മയുടെ പൂർണ്ണാമൃത കടാക്ഷ അത് നമുക്ക് കിട്ടും. അതാണ് ദേവിയുടെ കടാക്ഷ അമൃതപൂർണ്ണ വർഷം. അമൃതമാകുന്ന മഴ പോലെ ചൊരിയുന്ന ആ അമൃതം ആ വർഷം പോലെ നമ്മളിലേക്ക് ഏൽക്കും. നമ്മളതിന് എന്ത് ചെയ്യണം? നമ്മുടെ പാത്രം വെടുപ്പായിരിക്കണം. നമ്മളെങ്ങനെ ഒന്നിനും നമുക്ക് കഴിവില്ല. ഭഗവാൻ അല്ലാതെ, അമ്മയല്ലാതെ യാതൊരു കഴിവുമില്ല. എല്ലാം അമ്മ തന്നെ നമുക്കെല്ലാം വഴികാട്ടി തരണമേ എന്നുള്ള ആ ഒരു കൈ കൂപ്പിക്കൊണ്ട് അമ്മയുടെ അടുക്കൽ ഇരിക്കുക. കൂപ്പുന്ന കൈകളോട് കുത്തിയ മുറ്റി ബാഷ്പം നിറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ കൂപ്പിയിരിക്കുമ്പോൾ എന്താ വേണ്ടേ? കൂപ്പുന്ന കൈകളോട് കുത്തിയ മുട്ട്. കാരണം അങ്ങനെ തന്നെ മുട്ട് കുത്തി ഇങ്ങനെ അമ്മേന്നും പറയരുത്, ആ ഒരു പാദത്തിൽ നമസ്കരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ്? മുറ്റിയ ബാഷ്പം. കണ്ണുനീര് സാധാരണ ഒരു കണ്ണുനീരല്ല മക്കളെ, അതൊരു മുറ്റിയ ബാഷ്പം. കണ്ണുനീരിങ്ങനെ അപ്പോൾ നമുക്കത് കെട്ടി നിന്നിട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു കഴപ്പുണ്ടാവും. ആ കണ്ണുനീര് അതൊരു വല്ലാത്തൊരു രംഗമാണ്. സാധാരണ ഒരു കരച്ചിലല്ല. അത്രമാത്രം നമ്മുടെ ഹൃദയം അമ്മേ ആ ഒരു മുറ്റി ഒരു നിവർത്തി ഇനി എനിക്കില്ല അമ്മേ, അമ്മ എന്നെ രക്ഷിച്ചേ പറ്റൂ, എനിക്ക് വേണ്ടുന്ന തന്നേ പറ്റൂ. ആ സങ്കടം അങ്ങ് അറ്റം വരുമ്പോഴൊരു കഴച്ചിറങ്ങുന്ന കണ്ണുനീര് ഓരോ തുള്ളി വരുമ്പോഴും അവിടെ നമ്മൾ പൊട്ടി ഇറങ്ങുന്നൊരു വേദന പോലുള്ള കഴപ്പുണ്ട്. അത് മുറ്റിയ ബാഷ്പം മുറ്റി നല്ലതുപോലെ മുറ്റിയാണ് ആ ബാഷ്പം. ബാഷ്പം നിറഞ്ഞു പൊഴിയും നയനങ്ങളോട് ഈ കണ്ണിൽ കൂടി വരുന്ന ആ മുറ്റിയ ബാഷ്പം നിറഞ്ഞങ്ങ് പൊഴിയുക. അങ്ങനെ ആകണം. അതാണ് ഞാൻ എല്ലാ മക്കളോടും പറയുന്നത്. ഇത് വായിച്ചപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാവുന്ന എന്താ കാരണമെന്ന് അറിയാമോ? ഇത് എനിക്ക് സംഭവിച്ച് കഴിഞ്ഞ ഒരു 40 വയസ്സൊക്കെ ഉള്ള സമയത്ത് ആ ബാഷ്പം ഒരു ദിവസം 2 ദിവസം ഒന്നും അല്ല മക്കളെ അനുഭവിച്ചത്. അതെനിക്ക് ആരും പറഞ്ഞു തരാനില്ല. പക്ഷേ എന്നിൽ ഇങ്ങനെ സംഭവിച്ചു വന്നതാ. അതങ്ങനെ അനുഭവം വന്നതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ മുറ്റിയ ബാഷ്പം എത്രത്തോളം നമ്മൾ അനുഭവിക്കുന്നു, എത്രത്തോളം അത് അനുഭവിച്ച് കഴിഞ്ഞു എന്ന്. അതൊരു വല്ലാത്ത അനുഭവമാണ്. നമ്മൾ എത്ര ഏങ്ങി നമുക്ക് സങ്കടം മുട്ടി അങ്ങേ അറ്റമായ എന്തോ ഒരു ആർത്തിയാണ്. അത് നമുക്ക് പറഞ്ഞാൽ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അത് അനുഭവത്തിൽ തന്നെ വന്നേ. അത് എന്തൊരു നിലവിളിയാണെന്നും എന്തൊരു കരച്ചിലാണെന്നും എങ്ങനെ മുറ്റിയ ബാഷ്പാണെന്നും മറ്റൊന്നിനും ലോകത്ത് അങ്ങനെ ഇല്ല. നമുക്കിപ്പോൾ ലോകത്ത് എന്താ അങ്ങേറ്റം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ മരിക്കുമ്പോഴാണല്ലോ അങ്ങേറ്റം സങ്കടം വരുന്നത്. അതൊന്നും അല്ല, അതിൻ്റെ 10 മടങ്ങ് സങ്കടമാണിത് കിട്ടാത്തതിനെ കിട്ടാൻ.
അമ്മയുടെ കൃപ നമ്മളിലേക്ക് വരാൻ, അതെനിക്ക് അമ്മയാണെന്നൊന്നും എനിക്ക് അന്ന് അറിയത്തില്ല. ഞാൻ എന്തിനോ വേണ്ടി ഇങ്ങനെ ചെയ്തത്. എനിക്ക് ഇതിനകത്താണ് ഇപ്പോൾ അമ്മയെന്നൊക്കെ പഠിക്കുന്നത്. പക്ഷേ എനിക്കതൊന്നും അങ്ങനെ എല്ലാം ഈശ്വരൻ എന്നുള്ള ചിന്തയെ എനിക്കുള്ളൂ. അന്നും ഇന്നും അത് തന്നെയാണ്. ഇതിപ്പം വായിക്കുന്നതുകൊണ്ട് ഞാൻ മക്കൾക്ക് പറഞ്ഞിരുന്നത് അമ്മയാണല്ലോ ലോക മാതാവ്, ശക്തി സ്വരൂപിണി. അതൊക്കെ ഇപ്പം മനസ്സിലാക്കുന്നു. ഇത് വായിച്ച് നിങ്ങൾക്ക് വേണ്ടി തരാനുള്ള ഇത് ഇത് വായിക്കാതെയും പഠിക്കാതെയും ആരും പഠിപ്പിക്കാതെ ഇത് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് എനിക്കിത് മനസ്സിലാകുന്നു. ഇതാണ് സംഭവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു, കൂപ്പുന്ന കൈകളോട് കുത്തിയ മുട്ട് മുറ്റി ബാഷ്പം നിറഞ്ഞു പൊഴിയും നയനങ്ങളോടും. ആ കണ്ണുനീര് അത്രമാത്രം മുറ്റിയ ബാഷ്പം നിറഞ്ഞൊഴുകുന്നു കണ്ണിൽ കൂടി. അർത്ഥിക്ക ചിത്തമുരുകി പ്രണയാമ്പുരാശി. അത്രത്തോളം പ്രേമമാകുന്ന അത്ര സ്നേഹത്തോടു കൂടിയ അമ്മയെന്നുള്ള അമ്മയെന്നുള്ള ആ അർത്ഥിക്ക അമ്മയിൽ നിന്ന് നമുക്കിത് കിട്ടിയേ പറ്റൂ. എന്തോ ഒരു വെപ്രാളം നമുക്ക് ഉള്ളിൽ വേണം അമ്മേ, അതെനിക്ക് കിട്ടിയേ പറ്റൂ അമ്മേ. അങ്ങനെ ചിത്തം മനസ്സങ്ങനെ ഉരുകിയാണ് ചെയ്യുന്നത്. ഉരുകി പ്രണയാമ്പുരാശി തന്നോട് മറ്റ് കഴിവെന്ത് നിനക്ക് പാർത്താൽ. അല്ല നമുക്ക് എന്താ കഴിവുള്ളത്? നമുക്ക് ഇങ്ങനെ പറയാനല്ലാതെ അത് അമ്മ തന്നല്ലേ പറ്റൂ. നമുക്കിങ്ങനെ പറയാനേ പറ്റൂ. നമുക്ക് കൈകൂപ്പി അമ്മയിൽ നിന്ന് അപേക്ഷിക്കാനേ പറ്റൂ. പക്ഷേ അത് എന്തോ ഒരു ആർത്തി, ഒരു വെമ്പലാണ്. പക്ഷെ അത് നമുക്ക് കിട്ടാതെ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. അമ്മ തന്നല്ലേ പറ്റൂ. ഈശ്വരൻ തരാതെ ഒരു രക്ഷയില്ല. പക്ഷെ നമുക്ക് വേണവും താനും. നമുക്കതിന് വേണ്ടി അത്രത്തോളം സങ്കടവും വിഷമവും എന്താ പറയുക, അത്ര അങ്ങനെ ഉരുളുക. അതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയത്തില്ലെന്ന്. അത്രമാത്രം ഞാൻ സങ്കടം അനുഭവിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞും കൂടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാരണം അന്ന് വന്ന്, അതാണ് ഇന്ന് ഇതിൽ പറയുന്നത്. ആ ഒരു അനുഭവം നമുക്ക് വന്ന് അത്ര ആർത്തിയും വെമ്പലും വന്ന് വേദനിച്ച് മുത്തി കടന്ന് കരഞ്ഞ് നിലവിളിച്ച് ആർത്തിരമ്പുന്ന ഒരു വേദനയാണ് ആ ഉള്ളിൽ നിന്ന് വരുന്നത്. അത് ഈശ്വരൻ അത് നമുക്കങ്ങനെ വരുത്തിയതായിരിക്കും. എനിക്കല്ലാതെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ അമ്മ അർത്ഥിക്ക ചിത്തം ഉരുകി പ്രണയാമ്പുരാശി അമ്മയെന്നുള്ള സ്നേഹത്തോടു കൂടി ആ നിലവിളിയോടിരിക്കുമ്പോൾ തന്നോട് അല്ലാതെ നമുക്ക് എന്താ മറ്റ് കഴിവുള്ളത്? ഈ ലോകത്തുള്ള മറ്റെന്തെങ്കിലും നമുക്ക് എവിടെയെങ്കിലും പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഈ ലോകത്തുള്ള എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് കാശൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് എന്തും സാധിക്കാം. അമ്മയും അച്ഛനെ വരെ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് ഈ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കൃപ, പൂർണ്ണ കടാക്ഷ അമൃതം നമുക്ക് എങ്ങനെ കിട്ടാൻ പറ്റും? നമ്മൾ എത്രത്തോളം വേദനിച്ചാലും അത് കിട്ടുമോ? അത്രത്തോളം അമ്മയെ സ്നേഹിച്ച് പ്രേമമാകുന്ന ഭക്തിയോടുകൂടി കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് കരഞ്ഞ് ഉരുണ്ട് നിലവിളിക്കുമ്പോഴാണ് അത് ഭഗവാനിൽ നിന്ന് നമുക്ക് വരുന്നത്. എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ആ ഒരു അനുഭവം എനിക്ക് വന്നതുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെ അല്ലാതെ നമുക്ക് ഒരു കഴിവുമില്ല. നമുക്ക് അത് കിട്ടുന്നൊരു കാര്യമേ അല്ല. സാധാരണക്കാർക്കൊന്നും പറ്റത്തില്ല. അത് അത്രമാത്രം ഈശ്വരനുള്ള ഭക്തിയും സ്നേഹവും മാത്രം അങ്ങേയറ്റമായി മുറ്റിയ ബാഷ്പം കണ്ണുനീരൊഴുകാം. അതിനപ്പുറത്ത് വേറെ കണ്ണുനീരില്ല, അതിന് സങ്കടമില്ല. അത്രമാത്രം അതിനപ്പുറത്ത് അതാണ് മുങ്ങി മരിക്കാൻ പോകുമ്പോൾ യാതൊരു രക്ഷയും പിന്നില്ല. മരിച്ചേ പറ്റൂ. ആ ഒരു വെപ്രാളത്തിൻ്റെ ഒരു അനുഭവം ആണ് ഉദാഹരണം പറയാൻ പറ്റും. അവിടെ ഒരു രക്ഷയില്ല, ഒരു കച്ചത്തുരും പോലും നമുക്ക് കിട്ടത്തുമില്ല. ആ സമയത്ത് അതിൻ്റെ അനുഭൂതി തന്നെയാണ് ഇതും. പിന്നെ അതിനപ്പുറത്ത് ആ ഒരു നിലവിളി ഇല്ല. അതിനപ്പുറത്ത് വേറൊരു നിലവിളിയില്ല. ഇതാണ് അവസാനത്തെ നിലവിളി. അതിനപ്പുറത്ത് ഒന്നും തന്നെയില്ല. ബാക്കിയെല്ലാം താഴെ കിടക്കത്തുള്ളൂ. ഈ ലോക ചിന്തയിലുള്ള സർവ്വത്തിൻ്റെ നിലവിളിക്ക് അതിനൊക്കെ ഒരളവുണ്ട്. അതല്ല. അങ്ങനത്തെ ഒരു വെപ്രാളം, ഒരു വിഷമം, ഒരു ഉള്ളുവേദന അത് വന്നവർക്കേ അറിയൂ. ആ ഒരു സഹിക്കാൻ പറ്റാത്തൊരു വേദന. അത് പറയുമ്പോൾ മക്കളെ നിങ്ങൾക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത്. പക്ഷെ അത് നമുക്ക് അനുഭവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയല്ലേ പറ്റൂ. നമ്മൾ കഴിഞ്ഞ ജന്മം കർമ്മം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയല്ലേ പറ്റൂ. അത് ആ ആനന്ദ നിർവൃതി അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ പൂർണ്ണ കടാക്ഷ, ആ അമൃതം നമുക്ക് അത് അനുഭവിക്കാൻ യോഗം കിടക്കുന്നെങ്കിൽ അത് കിട്ടണ്ടേ. എനിക്ക് ആ യോഗം അങ്ങനെ ആ സമയത്ത് കിടന്നിട്ടായിരിക്കും ആരും പറഞ്ഞു തരാനില്ലെങ്കിലും ഞാനിവിടെ കിടന്ന് ഉരുണ്ട് നിലവിളിച്ച് ആരോടും പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു രംഗം. എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെ അത് എന്താ കാരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു വേദനയും വിഷമവും. പക്ഷെ അത് പെട്ടെന്ന് തന്നെ എനിക്ക് കുറേ നാൾ കരഞ്ഞെങ്കിലും അതെനിക്ക് അനുഭവത്തിൽ വന്നപ്പോൾ പിന്നെ എനിക്ക് എല്ലാ സങ്കടങ്ങളും എൻ്റെ വിഷമങ്ങളെല്ലാം ആനന്ദമായി മാറി. പിന്നെ എനിക്ക് ആ വേദനയില്ല. പിന്നെ മക്കൾക്കെല്ലാം ഇത് കൊടുക്കാനുള്ളൊരു വേദനയാണ്. അതും ഒരു വല്ലാത്ത ആത്മവേദനയായിരുന്നു. എന്താ വേണ്ടേ, ഞാൻ എവിടെ പോട്ടെ, ആരോട് പറയട്ടെ. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോഴെനിക്ക് ഈ ഒരു രംഗം, ഒരു കുട്ടി എനിക്കിത് സഹായം തന്നു. ഞാനതിൽ
സം സന്തോഷവതിയാണ്. ഇപ്പോൾ എനിക്ക് ആനന്ദമുണ്ട്. ഭഗവാന്റെ കാരണങ്ങൾ, ഈശ്വരൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ എനിക്ക് ഉള്ള അറിവ് മാത്രം മതി. അതിന് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ ഈശ്വരനോട് നന്ദി വളരെ പറയുന്നു. എനിക്കല്ലാതെ അശക്തനാണ്, ഞാനൊന്നിനും ആളല്ല, ഞാൻ എല്ലാത്തിനും അശക്തനാണെന്ന് മാത്രമേ എനിക്കറിയൂ. അതുകൊണ്ട് ഇത് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എൻ്റെ ഉള്ള അറിവ് ഞാനിങ്ങനെ ഇടുന്നു. എല്ലാവർക്കും നമസ്കാരം.